സീറ്റ് ബെൽറ്റിലെ കുഷൻ കവർ വളരെ പോപ്പുലർ ആണല്ലേ. നൈലോൺ സീറ്റ് ബെൽറ്റുകളുടെ മൂർച്ചയുള്ള അരികുകൾ കഴുത്തിലും തോളിലും ഉരയുന്നത് തടയാനാണ് പൊതുവെ സീറ്റ് ബെൽറ്റ് കുഷൻ കവറുകൾ ഉപയോഗിക്കുന്നത്. ദീർഘദൂര ഡ്രൈവുകളിൽ ഇവ നൽകുന്ന ആശ്വാസം നമുക്ക് പറഞ്ഞറിയിക്കാൻ സാധിക്കാത്തതാണ്. എന്നാൽ ഇത്തരം കവറുകൾ ഉപയോഗിക്കുന്നത് ശരിക്കും സുരക്ഷിതമാണോ? സീറ്റ് ബെൽറ്റിലെ ഇത്തരം കുഷൻ കവറുകൾ അപകടമാണെന്നാണ് വിദഗ്ധർ പറയുന്നത്. വേഗതയിൽ യാത്ര ചെയ്യുമ്പോൾ ഇവ കൂടുതൽ അപകടം ക്ഷണിച്ചു വരുമത്രേ. 80 കിലോമീറ്റർ വേഗതയിൽ യാത്ര ചെയ്യുന്നയാളുടെ ശരീരത്തിന് 18,500 ജൂൾസ് ഗതികോർജ്ജമുണ്ടായിരിക്കും. പെട്ടെന്ന് എന്തെങ്കിലും തടസ്സത്തിൽ ഇടിച്ചു നിന്നാൽ ശരീരം മുന്നോട്ട് തെറിക്കുക അത്യധികം ആഘാതത്തോടു കൂടിയാണ്. ഏകദേശം 82 അടി ഉയരത്തിൽ നിന്നും താഴത്തേക്ക് വീഴുന്നതിന് തുല്യമായിരിക്കും ആ ആഘാതം. സീറ്റ് ബെൽറ്റ് കുഷൻ ഉപയോഗിച്ച് അയവ് വരുത്തിയാൽ അപകട സമയത്ത് ശരീരം മുന്നോട്ട് ആഞ്ഞടിച്ച് ബെൽറ്റിൽ ചെന്ന് ഇടിക്കുന്നത് ഏതാണ്ട് 2 ടണ്ണിലധികം ഭാരമുള്ള വസ്തു നെഞ്ചിൽ വന്നിടിക്കുന്നതിന് തുല്യമായ ശക്തിയിലായിരിക്കും. മനുഷ്യ ശരീരത്തിന് പരമാവധി താങ്ങാൻ കഴിയുന്ന ആഘാതം ഇതിന്റെ 4/1 മാത്രമാണ്, അതായത് 500 കിലോഗ്രാം. സാധാരണ സീറ്റ് ബെൽറ്റ് ഇടിയുടെ ശക്തിയെ 500 കിലോഗ്രാമിലേക്ക് കുറച്ച് യാത്രക്കാരെ സംരക്ഷിക്കുമ്പോൾ കുഷൻ ഉപയോഗം ആ സുരക്ഷ പൂർണ്ണമായിട്ടും നഷ്ടപ്പെടുത്തുകയാണ്. സീറ്റ് ബെൽറ്റ് ശരീരത്തോട് ചേർന്നാണ് കിടക്കേണ്ടത്. എന്നാൽ വലിയ കുഷൻ കവറുകൾ ഉപയോഗിക്കുകയും അത് ബെൽറ്റിന്റെ അടിഭാഗത്തേക്ക് ഇറക്കി വെക്കുകയും ചെയ്യുമ്പോൾ ബെൽറ്റിന് ശരീരത്തോട് ചേർന്നിരിക്കുവാൻ സാധിക്കില്ല. പകരം ബെൽറ്റിന് അയവ് വരുത്തും. അപകടമുണ്ടാക്കുമ്പോൾ സീറ്റ് ബെൽറ്റിന്റെ മെക്കാനിസം ഉടനടി തന്നെ ലോക്കായി യാത്രക്കാരെ മുന്നോട്ട് ആഞ്ഞു വീഴാതെ സംരക്ഷിക്കുകയാണ് ചെയ്യുന്നത്. എന്നാൽ ബെൽറ്റിൽ അയവുണ്ടായാൽ ശരീരം വേഗത്തിൽ മുന്നോട്ട് ആഞ്ഞടിച്ച ശേഷമേ ബെൽറ്റിന് ലോക്കാവാൻ സാധിക്കത്തുള്ളൂ. ഇത് നെഞ്ചിനും ആന്തരിക അവയവങ്ങൾക്കും ഗുരുതരമായ പരിക്കേൽപ്പിക്കും. ഇത്തരത്തിലുണ്ടാകുന്ന അയവ് മൂലം മുന്നോട്ടായുമ്പോൾ അതിവേഗം വിന്യസിക്കുന്ന എയർ ബാഗിൽ മുഖവും നെഞ്ചും ചെന്നിടിക്കുന്നതും വളരെ അപകടകരമാണ്. കൂടാതെ ഇത്തരം ആക്സസറി ബെൽറ്റിന്റെ സ്ഥാനം മാറുന്നതിനും കാരണമാകും. അതുമൂലം അപകട സമയത്ത് ശരീരം ബെൽറ്റിനടിയിലൂടെ വഴുതിപ്പോകാനും സാധ്യതകൾ ഏറെയാണ്.